എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഐറ്റം നമുക്ക് പലഹാരങ്ങൾ കോരാനും അല്ലെങ്കിൽ ചോറ് കോരാനും വേണ്ടി മാത്രമല്ല കേട്ടോ ഉപയോഗമുള്ളത്. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ കട്ട്ലേറ്റ് അതുപോലുള്ള ഓരോ ഐറ്റംസുകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ ഒരുപാട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടയുടെ വെള്ളയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ സാധാ കയ്യിൽ പിടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ മഞ്ഞക്കുരു എന്തായാലും കുറച്ചെങ്കിലുമൊക്കെ വീഴും. എന്നാൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ഇതിൻ്റെ ആ ഹോളിൽ കൂടെ മുട്ടയുടെ വെള്ളം താഴോട്ട് വരികയും നമുക്ക് മഞ്ഞക്കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം ഇനി എടുക്കാനായിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് തന്നെ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടിപ്സുകളൊക്കെ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വളരെയേറെ ഉപകാരമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ഞാൻ ആദ്യമേ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ടിപ്സിലേക്ക് പോകാം. ഇടയ്ക്ക് മുട്ടയുടെ ഉണ്ണി കുത്തി പൊട്ടിക്കാനായിട്ട് മോൻ കുപ്പി കൊണ്ട് വന്നതാണ്. അടുത്ത നമ്മുടെ ഒരു നല്ലൊരു കിടിലൻ ടിപ്സാണ്. നമ്മുടെ മുരിങ്ങയില നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരുപാട് സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയിലയൊക്കെ പെട്ടെന്ന് നമുക്കിത് ഇലയൊക്കെ എടുക്കാൻ പറ്റിയാലോ. അപ്പോൾ ഈ ഒരു സാധനമല്ല, ഈ ഒരു സാധനം ചോറ് കോരാൻ വേണ്ടി മാത്രമല്ല ഉള്ളത്. ഇതും നല്ലൊരു ഉപകാരമാണ്. പക്ഷേ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയുടെ ഒരു ചെറിയ തണ്ടെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് മിഡിൽ ഭാഗത്തായിട്ട് വേണം ഇതിൻ്റെ തണ്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ തണ്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ആ ഒരു തണ്ട് ഒന്ന് വലിച്ചു വിട്ടാൽ മതി. നമ്മുടെ മുരിങ്ങയില ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. എത്ര ഈസിയാണെന്ന് നോക്കൂ. ഇങ്ങനെ എല്ലാ മുരിങ്ങയിലയും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഏറ്റവും പാടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വലിയ ഹോളിലിട്ട് കഴിഞ്ഞാൽ വെറുതെ ഊരിപ്പോരുള്ളൂ, എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ നടുക്ക് മാത്രം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മുടെ കറിവേപ്പിലയും ഇതുപോലെ തന്നെ നമുക്ക് ഒരു കണ്ടെയ്നറിനകത്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ മുരിങ്ങയുടെ ഇല എടുത്തതുപോലെ തന്നെ ഈ കറിവേപ്പിൻ്റെ ഈ ഒരു തണ്ടും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് അതിൻ്റെ തണ്ട് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി. നമുക്ക് കറിവേപ്പിലയെ ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കറിവേപ്പിലയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് നിങ്ങളൊരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. മാത്രമല്ല ഒരു വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ നമുക്ക് കറികൾക്കൊക്കെ ഇടാനായിട്ട് പറ്റുന്നതാണ്. എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മുടിയുടെ നര മാറ്റാനായിട്ട് ഒരുപാട് ശക്തിയുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ ഡൈകളും ഇനി നമുക്ക് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. നമ്മുടെ ഔഷധക്കൂട്ടുകളിൽ തന്നെ ഇതിനായിട്ട് ഒരുപാട് ഓർഗാനിക്കായി ചെയ്യാവുന്ന ധാരാളം കൂട്ടുകളുണ്ട്. അത് കണ്ടുപിടിച്ച് നമ്മുടെ മുടിയെയും തലയെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതിലൊന്നാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ഹെയർ ഡൈ. ഇത് മുടിക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റാണ്. വിദേശീയരൊക്കെ കാലാകാലങ്ങളായിട്ട് ഇതിൻ്റെ ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കായ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഒന്നും അറിഞ്ഞെന്ന് വരില്ല. ഇതിൻ്റെ പേരാണ് അക്രോട്ട്. ഈ അക്രോട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു ഹെയർ ഡൈ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിന് വേണ്ടത് ഇതിൻ്റെ തോടാണ്. ഇതിൻ്റെ അകത്ത് ഒരു പരിപ്പാണുള്ളത്. ആ പരിപ്പ് നമുക്ക് കഴിക്കാവുന്നതുമാണ് കേട്ടോ.
ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതാണ്. ദിവസം അത് 2 or 3 വെച്ച് കഴിക്കാമെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഒരുപാട് മാറുന്നതാണ്. അതുപോലെ തന്നെ വണ്ണം ഒരുപാടുള്ളവർക്ക് കഴിക്കാം. വണ്ണം കുറയാനായിട്ട് നല്ലതാണ്. കൊച്ചു കുട്ടികൾക്ക് ബുദ്ധി കൂടാനും വളരെയധികം ഇത് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഈ പരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നതാണ് ഈ അക്രോട്ട്. ഈ അക്രോട്ട് പരീക്ഷാകാലമൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്കെല്ലാം ഇത് കൊടുക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊടുക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. വിദേശങ്ങളിലുള്ളവരും ഗൾഫ് നാടുകളിലുള്ളവരെല്ലാം കുട്ടികൾക്ക് പരീക്ഷാ സമയമാകുമ്പോൾ ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ കൂടാൻ വളരെയേറെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തോടാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഞാൻ നേരത്തെ ഇത് ഓൾറെഡി ഞാൻ തേച്ച് ഞാൻ പരീക്ഷിച്ചതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു 4 or 5 മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഞാൻ തയ്യാറാക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് പല ഹെയർ ഡൈകളും നമ്മൾ നാച്ചുറൽ ആയതാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് മുടിയിൽ പിടിക്കാത്തവരുണ്ടാവും. പക്ഷേ ഈ ഒരു അക്രോട്ടിൻ്റെ ഈ തോട് നമ്മൾ വെച്ച് ഹെയർ ഡൈ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം മുടിയിൽ പിടിക്കുന്നതാണ്. പക്ഷേ മുടിയിൽ തേക്കുമ്പോൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഒട്ടും എണ്ണമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. 2 ദിവസം മുന്നേ നിങ്ങൾ മുടിയുടെ എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലുള്ള ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ തേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ തോടെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കൂടുതൽ എടുത്തിട്ടുണ്ട്, 5 or 6 ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ തോട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിങ്ങനെ ഇടരുത്, ഭയങ്കര കട്ടിയാണ് കേട്ടോ അതിൻ്റെ തോടിന്. ഞാനിത് 2 രൂപത്തിലായിട്ട് ഞാനിത് ചെയ്ത് നോക്കി. ഒന്ന്, തലേ ദിവസം തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കാരണം ഇതെന്താണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് ഒരു നൈറ്റ് ഫുള്ള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തോടിനൊരു ചെറിയൊരു മയം വരുമോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പം ഇതിലുള്ള ആ ഒരു കറയെല്ലാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തോടിന് ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നില്ല. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തലേ ദിവസം തന്നെ ഇത് വെള്ളത്തിൽ ഇട്ട് നോക്കിയത്. അപ്പോൾ രാവിലെ എടുത്തപ്പോൾ ഇതാണ് കളർ കിട്ടിയത് നമുക്ക്. ഇനി ഇതിൻ്റെ തോടിന് എന്തെങ്കിലും ഒരു സോഫ്റ്റ്നെസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഇതിൻ്റെ തോട് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു സോഫ്റ്റ്നെസ്സോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറുമോ ഇല്ലയോ എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. 2 രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമേ നമുക്ക് ഈ അക്രോട്ട് മാത്രമായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എപ്പോഴും ഏത് ഹെയർ ഡൈ തയ്യാറാക്കിയാലും ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും നാച്ചുറലായ ഹെയർ ഡൈ ആണെങ്കിൽ പോലും പലരും ചെയ്യാൻ മടിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മുടിക്ക് കളർ കിട്ടുമോ, നര മാറുമോ, അതുമല്ല ഇത് തേച്ച് കഴിഞ്ഞാൽ വല്ല സൈഡ് എഫക്റ്റും ഉണ്ടാകുമോ, ഡ്രൈ ആവുമോ, മുടി കൊഴിച്ചിലുണ്ടാവുമോ, അലർജി ഉണ്ടാവുമോ എന്നിങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുമാണ് പലരെയും ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നതിന് ഒരു മെയിൻ കാരണം. അപ്പോൾ ഇതിലേക്ക് കുതിർത്ത വെള്ളം കൂടാതെ തന്നെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ആ ഒരു 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് ആകുന്നത് വരെ വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു കളറ്, നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറു തീയിൽ വേണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. തിളച്ച് വരുന്തോറും ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ അക്രോട്ട് മാത്രം വെച്ച് തിളപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് നല്ല ബ്ലാക്ക് കളറ്. ഇനി ഇത് മാത്രമാണെങ്കിലും നമുക്ക് മുടിയിൽ തേക്കാവുന്നതാണ്. അത് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ആ ബ്ലാക്ക് കളറ് മാറുകയും ചെയ്യും.
നിങ്ങൾക്കിനി വേറൊന്നും ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്രോട്ടിൻ്റെ വെള്ളം മാത്രം നിങ്ങൾ മുടിയിൽ തേച്ചാൽ മതി. പക്ഷേ അങ്ങനെ തേക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ അക്രോട്ടിൻ്റെ വെള്ളം തേക്കേണ്ടി വരും. ക്രമേണ മുടി കറുപ്പായിട്ട് മാറും. പക്ഷേ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ അലർജികളോ ഒന്നും ഉണ്ടാകില്ല. തലയ്ക്ക് നല്ലൊരു കുളിർമ ഉണ്ടാകും. അതുപോലെ മുടി കൊഴിച്ചിൽ, താരൻ ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറാനും ഇത് സഹായിക്കുന്നുണ്ട്. ഹെയർ ഡൈ ആയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഇതിങ്ങനെയാണെങ്കിലും മുടിക്ക് വളരെയേറെ നല്ലതാണ് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുക്കണ്ട, എന്നാൽ ചൂട് ആകരുത്. ചെറിയൊരു ഇളം ചൂട് ഉണ്ടാവണം. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള 2-3 പൊടികൾ കൂടി നമുക്കിതിലേക്ക് എടുക്കാം. 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്, മൈലാഞ്ചിപ്പൊടി. ഇനി മറുതാണിപ്പൊടി 1 സ്പൂൺ നിറച്ച് എടുക്കാവുന്നതാണ്. മറുതാണിപ്പൊടി ഒരു അല്പം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇനി അക്രോട്ട് എടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല ബ്ലാക്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അക്രോട്ടിൻ്റെ വെള്ളത്തിന്. അപ്പോൾ ആ തോടെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ വെള്ളം വെച്ച് വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. മാത്രമല്ല ഇതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും കൂടി തിളപ്പിച്ച് ഒരു 2-3 സ്പൂൺ ആക്കി എടുത്ത് ആ വെള്ളം കൂടി ഒഴിക്കാം. ഞാനിവിടെ നേരത്തെ ഞാൻ എൻ്റെ തലയിൽ ഹെയർ ഡൈ ചെയ്യാനായിട്ട് ഈ അക്രോട്ടിൻ്റെ തൊണ്ടും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ചെടുത്ത് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അക്രോട്ട് തന്നെയാണെങ്കിലും തിളപ്പിക്കാം. അതിലേക്ക് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ട വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ബാക്കി വെള്ളം ഞാൻ യൂസ് ചെയ്തതിൻ്റെ വെള്ളം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ആദ്യമേ അക്രോട്ടിൻ്റെ തൊണ്ടും ചായപ്പൊടി 1 സ്പൂൺ, കാപ്പിപ്പൊടി ഒരു 2 സ്പൂൺ കൂടി എടുത്തിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത്. ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് നമുക്ക് ഒരു നൈറ്റ് ഫുള്ള് വെക്കാനുള്ളതാണ്. കാരണം നല്ല കളറ് പിടിക്കണമെങ്കിൽ ഒരു നൈറ്റ് 8-9 മണിക്കൂറെങ്കിലും നമുക്കിത് വെക്കണം. കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാക്സിമം വെള്ളം മുഴുവനും നമുക്ക് ഇതിലേക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. രാവിലെ നമുക്കെടുത്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇത് ഒരുപാട് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് നേരമൊന്നും വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ തയ്യാറാക്കി പിറ്റേ ദിവസം മാത്രം തലയിൽ തേക്കുക. ഇത് എടുത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ കളറ് കിട്ടത്തില്ല. അപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് വെച്ച നമ്മുടെ ഹെയർ ഡൈയുടെ കൂട്ടാണിത്. നമുക്ക് നോക്കാം, നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ സ്കാൾപ്പിലായാലും ഒരു കുഴപ്പമില്ല. ഇത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ വെച്ച് കൊടുക്കുക. സ്കാൾപ്പിലായാലും യാതൊരുവിധ പാർശ്വഫലങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. തികച്ചും ഇത് നല്ലൊരു പവർഫുൾ കൂട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. പിന്നെ ഷാമ്പു ഒന്നും ഇട്ട് മുടി കഴുകരുത്. ഹെയർ ഡൈ ചെയ്യുന്നവർക്കുള്ള ഒരു ഷാമ്പൂവിൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി അതുപോലെയൊക്കെ ചെയ്തിട്ട് മുടി കഴുകി എടുക്കാവുന്നതാണ്. കെമിക്കൽ അടങ്ങിയ ഷാമ്പു തേക്കരുതെന്ന് പറയാൻ കാരണം, നമ്മൾ ഷാമ്പു ഇട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ മുടിയിലുള്ള ആ ഒരു ഹെയർ ഡൈ എല്ലാം പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കെമിക്കലുള്ള ഷാമ്പു തേക്കരുത് എന്ന് പറയാൻ കാരണം. മാത്രമല്ല, നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ തേക്കുമ്പോൾ അതിൻ്റെ കൂടെ കെമിക്കൽ അടങ്ങിയത് എന്തെങ്കിലും മുടിയിലോ തലയിലോ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം പോകുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കാരണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ.